സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കുറ്റവാളികൾക്ക് വധശിക്ഷ എന്ന് കേട്ടാൽ സന്തോഷിക്കുന്നതല്ല ക്രൈസ്തവ മനസാക്ഷി. മനുഷ്യ ജീവൻ എടുക്കുന്ന ശിക്ഷകളെ ക്രൈസ്തവ ഹൃദയങ്ങൾ അനുകൂലിക്കുന്നുമില്ല. ഒരു കുറ്റവാളി മനസ്സു തിരിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്നതിനൊപ്പം ക്രൈസ്തവ ഹൃദയവും സന്തോഷിക്കും. ഇത് പറയുമ്പോഴും ഇന്ത്യയിൽ വധശിക്ഷാ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നത് വസ്തുത. അതുകൊണ്ടാണല്ലോ രഞ്ജിത്ത് വധക്കേസിൽ 15 പ്രതികൾക്ക് സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ജഡ്ജിക്കെതിരെ സംഘഭീഷണിയും അന്വേഷകർക്കും വിസ്താരകർക്കുമെതിരെ മുറവിളിയും വിമർശനവും ഉയർന്നു. ഈ വെല്ലുവിളിയിൽ അത്ഭുതമില്ല. കോടതി വിധി പ്രതികളുടെ പക്ഷത്തെ അത്രമാത്രം നടുക്കിയിരിക്കുന്നു. പ്രതികളുടെ നിഷ്ഠൂര പാതകം നാടിനെ ഞെട്ടിച്ചതിലേറെ. മുമ്പ് മറുപക്ഷം നടത്തിയതും നിഷ്ഠൂര പാതകമല്ലെന്ന് ആരും പറയില്ല. പക്ഷേ ഇത് വ്യക്തി വൈരാഗ്യത്തിന് പോലും കാരണമില്ലാഞ്ഞിട്ടും മനസാക്ഷിയറ്റ കൊലപാതക യന്ത്രങ്ങളായ ചിലർ ആശയ പൈശാചികതയാൽ നടത്തിയ രാക്ഷസീയ ഹിംസ, തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിനോട് കാട്ടിയ അതേ ക്രൂരതയുടെ എത്ര മടങ്ങും സ്വിച്ചിട്ടാലെന്ന പോലെ ചെയ്യാൻ മടിക്കാത്ത നൃശംസത. വധശിക്ഷയോട് തത്വത്തിൽ യോജിച്ചുകൊണ്ടല്ല ഇനിയും ചിലത് പറയുന്നത്. തങ്ങളിൽപ്പെട്ട 15 പേർക്ക് കോടതി ഒരേ കടുത്ത ശിക്ഷ വിധിച്ചതിന്റെ ആഘാതത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത പരിഭ്രാന്തരായ അവസ്ഥയിലായി പ്രതികളുടെ പക്ഷം. ഒരു വശത്ത് BJPയിലെ യുവ നേതാവിനെ വെളുപ്പാൻ കാലത്ത് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് എന്തെന്നില്ലാത്ത ക്രൂരതയോടെ കൊലപ്പെടുത്തിയവർക്ക് വേണ്ടി ന്യായവാദം. തങ്ങളിൽ ഒരാളെ ചിലർ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായി ചെയ്ത ചെറിയ കാര്യമാണ് പോലും. അവർ ഇത്രയേ ചെയ്തുള്ളൂ. അതിനാണത്രേ പോലീസും പ്രോസിക്യൂഷനും കോടതിയും ഇതെല്ലാം ചെയ്തത്. പ്രതികാരത്തിനു വേണ്ടി ആസൂത്രിതമായും രാക്ഷസീയമായും ചെയ്ത കൃത്യത്തിന്, മതരാഷ്ട്രീയ നരഭോജിത്വത്തിന്, കാനിബാളിസത്തിന് എത്ര ഭയങ്കരമായ ന്യായീകരണം എന്നോർക്കുക. തീരുന്നില്ല നീതീകരണം. വീട്ടിൽ കയറി ആക്രമിക്കുന്ന ആദ്യ സംഭവമൊന്നും അല്ല പോലും ഇത്. പിന്നെ എന്തിനാണ് ഒരാളെ കൊലപ്പെടുത്തിയതിന് 15 പേർക്ക് വധശിക്ഷ വിധി എന്നാണ് ചോദ്യം. പൈശാചിക ശക്തികൾ എത്ര സമർത്ഥമായി തർക്കം പറയുമെന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്തിന്? മറുവശത്ത് നീതിപീഠങ്ങൾ അടക്കം സർവ്വതിനെയും വിമർശിക്കുന്നു. രഞ്ജിത്തിന് മുൻപേ കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രവർത്തകനെ വധിച്ചവർക്കും ഇതേ ശിക്ഷ കിട്ടണമെന്ന് ആരവം മുഴക്കുന്നു. ആസൂത്രിത കൊലപാതകങ്ങൾക്ക് സെഷൻസ് കോടതികൾ വധശിക്ഷ വിധിക്കുന്നത് പുതിയ കാര്യമല്ല. ഇത് അന്തിമ വിധിയുമല്ല. സ്ഥിരപ്പെടുത്തുകയോ ഭേദഗതി വരുത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഹൈക്കോടതിയാണ്. എന്നിട്ടും സമനില തെറ്റിയ മട്ടിലാണ് ചിലർ ബഹളം കൂട്ടിയത്. നീതിപീഠങ്ങളെയോ ആരെയൊക്കെയോ ഭയപ്പെടുത്താനല്ലാതെ മറ്റെന്തിനാണിത്? അതേ, അത്രമാത്രം അവർ പകച്ചു പോയിരിക്കുന്നു. അത്രമാത്രം അപ്രതീക്ഷിതമായി ഈ തിരിച്ചടി. കൂട്ടത്തിൽപ്പെട്ടവരുടെ തലയ്ക്കുമേൽ മരണഖഡ്ഗം തൂങ്ങുന്നതിന്റെ അപായ മുന്നറിയിപ്പ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉറച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിലെ അപ്രതീക്ഷിത വിധി മറികടക്കുക ഭാഗ്യ പരീക്ഷണമാണെന്നും 15 പേരുടെ ജീവൻ ഓരോ നിമിഷവും മരണശിക്ഷയുടെ ഭയപ്പാടിന് കീഴിലായി എന്നത് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ഈ ഭയപ്പാടിനും അപ്രതീക്ഷിത നടുക്കത്തിനും ഇടവരുത്തിയത് കേരളം കണ്ടു ശീലിച്ച ദുഷിച്ച രാഷ്ട്രീയ പ്രവണത. സംഘബലവും രാഷ്ട്രീയ ശേഷിയുമുള്ളവർക്ക് ആരെയും കൂട്ടായി കൊലപ്പെടുത്തിയിട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ഇതപര്യന്തമുള്ള കാഴ്ച. കൂട്ടുചേർന്ന് കൊല നടത്തിയാൽ കടുത്ത ശിക്ഷ ഉണ്ടാകില്ലെന്നും എല്ലാവരും ശിക്ഷിക്കപ്പെടില്ലെന്നുമുള്ള ദുഷ്ടപാഠം. അരും കൊല നടത്തിയിട്ട് യഥാർത്ഥ പാർട്ടി ക്രിമിനലുകളെ ഒളിപ്പിച്ച് പോക്സി പ്രതികളെ വിട്ടുകൊടുത്ത് കേസ് അട്ടിമറിച്ചിരുന്ന ദുഷ്ട കൗശലത്തിന്റെ ബാക്കിപത്രം. ഈ കൗശലം ചിലർ ഏറെ കാലം പ്രയോഗിച്ചു. ഇതൊരു ദുഷിത വലയം പോലെയായിരുന്നു. ഒരു വശത്ത്
അട്ടിമറി വഴി കൊലയാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന അവസ്ഥ. ആ ഉറപ്പുള്ളത് കൊണ്ട് പോക്സി പ്രതികളായി പിടികൊടുക്കാൻ തയ്യാറായി പാർട്ടി അടിമകൾ. അവരുടെ മാറാട്ടം കേസുകൾ തള്ളപ്പെടാൻ കാരണമാകുന്നു. നിഷ്ഠൂര പാതകങ്ങൾ നടത്തുവാൻ രാഷ്ട്രീയ ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടാക്കിയെടുത്ത സംവിധാനവും നീതിയെ പരിഹസിക്കുന്ന കുറ്റവാളികളും. അത്തരം കേസുകളുടെ അന്ത്യത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് കണ്ടു ജനങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിന് ശക്തമായ തിരിച്ചടി കിട്ടിയത് 24 വർഷം മുമ്പ് ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊന്ന കേസിലാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടിമകളായി പ്രോക്സി പ്രതികളാകുന്നവരെ 2 വട്ടം ചിന്തിപ്പിക്കാൻ പോന്ന കേസ്. ആ നിഷ്ഠൂര പാതകത്തിന് ദൃക്സാക്ഷിയായ അന്നത്തെ ബാലിക ഷെസീന മുതിർന്നിട്ടും മനസ്സിനേറ്റ സാരമായ മുറിവ് സുഖപ്പെടാതെ വിഷാദഗ്രസ്തയായി ജീവനൊടുക്കിയത് കേരളത്തിന്റെ വേദനയാണ്. ഇപ്പോഴും അന്നത്തെ കൊടുംപാതകം തകർത്തു കളഞ്ഞത് അത് കണ്ട നിരവധി കുരുന്നുകളുടെ മനോനിലയും ജീവിത ഭദ്രതയുമാണ്. അതുപോലൊരു ബാലികയാണ് രഞ്ജിത്തിന്റെ വീട്ടിലും കേരളം കണ്ടത്. കേരളത്തിന്റെ സാമൂഹിക മനോഭദ്രതയെയും സ്വച്ഛതയെയും ദീർഘകാലമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രിമിനൽ രാഷ്ട്രീയ സംഘങ്ങൾ ചെയ്തത് തന്നെയാണ് രഞ്ജിത്തിനെ ഇല്ലായ്മ ചെയ്തവരും ഏറ്റെടുത്തത്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരും നീതിപീഠവും അവരുടെ ദുഷ്ടപ്രതീക്ഷ തെറ്റിച്ചു. പരമാവധി ശിക്ഷയ്ക്ക് അർഹമായ വിധം ആസൂത്രിതവും നിഷ്ഠുരവുമായ ബാധകമെന്ന് മാത്രമല്ല അവർ തെളിയിച്ചത്. വ്യക്തിവൈരാഗ്യം ഇല്ലാഞ്ഞിട്ടുകൂടി ഒരാളെ ഹിറ്റ് ലിസ്റ്റിലാക്കി നരഭോജികളെ പോലെ വേട്ടയാടിയ പൈശാചിക കൃത്യവുമെന്ന് ആധുനിക തെളിവുകൾ സഹിതം ഉദ്യോഗസ്ഥൻ കോടതിയെ ബോധ്യപ്പെടുത്തി. 15 പ്രതികളും പൂർണ്ണ ബോധ്യത്തോടും അറിവോടും ഉദ്ദേശത്തോടും കൂടി കൊലപാതക കൃത്യത്തിൽ താങ്കളുടെ തുല്യമായ പങ്ക് നിർവഹിച്ചു എന്നുകൂടി കോടതിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഒരാളെയോ ചിലരെയോ മാത്രമായി ശിക്ഷിക്കുവാനോ വിട്ടയക്കുവാനോ വ്യത്യസ്ത ശിക്ഷ വിധിക്കാനോ നിയമത്തിന് എങ്ങനെ കഴിയും? ഈ ശിക്ഷാവിധി ഇത്തരം കൃത്യങ്ങൾക്ക് തുനിയുന്ന സർവരെയും ഭയപ്പെടുത്തുക തന്നെ വേണം. അത് നാടിന്റെ സ്വസ്ഥതയ്ക്ക് ആവശ്യമുള്ള ഭയപ്പാടാണ്. വീണ്ടും പറയാം, വധശിക്ഷയല്ല പിന്തുണയ്ക്കുന്നത്. സംഘം ചേർന്ന് സംഘാത കൃത്യങ്ങൾ നടത്തിയാൽ ശിക്ഷയുണ്ടാവില്ലെന്ന ധാരണ തകർക്കുന്ന ശിക്ഷാവിധിയെയാണ്. കൊലയും മറുകൊലയും മൗലിക അവകാശമാണെന്ന മട്ടിൽ പാതകങ്ങളെ ന്യായീകരിക്കുവാനും ഘാതക സംഘങ്ങളെ വളർത്തിയെടുക്കുവാനും ഒരു വിഭാഗത്തെയും നാട് അനുവദിക്കാവുന്നതല്ല. അത് 16 ലക്ഷം പേരെ അണിനിരത്തുമെന്ന് ഗവർണറോട് ഭീഷണി മുഴക്കുന്നവന്റെ സംഘമായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷിയായാലും മതസംഘമായാലും മതബന്ധമുള്ള രാഷ്ട്രീയ സംഘമായാലും രഞ്ജിത്ത് കേസിലെ കുറ്റവിധിയിലേക്ക് നയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും വിസ്താരകരും വിധി എഴുതിയ നീതിപീഠവുമെല്ലാം ചെയ്തത് ഇത്തരക്കാരെ എന്നേക്കും ഭയപ്പെടുത്തുകയും നടുക്കുകയും ചെയ്യുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണമെന്നേ ഏത് കേരളീയനും ആഗ്രഹിച്ചു പോകൂ. ഇതൊരു സാധാരണ ഭീകരപാതകമല്ല. വീട് കയറിയുള്ള ഭയാനകത അത് രാജ്യത്തിനും നിയമക്രമത്തിനും പൗരർക്കുമെല്ലാം എതിരായ വെല്ലുവിളിയാണ്. വീട് കയറിയുള്ള പോലീസ് നടപടിക്ക് പോലും വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരപാതകങ്ങളുടെ കാര്യം എന്തിനു പറയണം? അത് തടഞ്ഞില്ലെങ്കിൽ, അതിന് ശിക്ഷയില്ലെങ്കിൽ പിന്നെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതത്വമില്ല, നിലനിൽപ്പ് തന്നെയില്ല, പിന്നെ നാടും നിയമവാഴ്ചയുമില്ല. ഏതു സാധ്യത കുറ്റവാളിയും ഭയക്കുന്ന ശിക്ഷാവിധി തന്നെ ഇത്തരം കേസുകളിൽ വേണം. ജീവനെടുക്കൽ എന്നല്ല, അട്ടിമറിക്കപ്പെടാതെ യാഥാർത്ഥ്യമാകുന്ന ശിക്ഷാവിധി. കുറ്റവാളികളെ സമൂഹ ജീവിതത്തിൽ നിന്ന് നെടിയ കാലം വിച്ഛേദിക്കുന്നതിൽ കുറയാത്ത ശിക്ഷാവിധി. പഴിക്കേണ്ടത് ഐക്യരാഷ്ട്ര ഉദ്യോഗസ്ഥരെയാണോ? അതോ ഇത്രയും കാലം ആ മുഖങ്ങൾ തിരിച്ചറിയാതെ പോയ ബാഹ്യ ലോകത്തെയോ? ഗാസയിൽ ഹമാസ് ഭീകരരോട് ചേർന്ന് പ്രവർത്തിച്ച UN ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ തുറന്നു കാട്ടു മുമ്പേ മറ്റൊരു സത്യമുണ്ടായിരുന്നു. ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന
UN ലോബി എന്ന ദുഷ്ട സത്യം. തരം പോലെ അവരിൽ പലരും ചൈനയോടും ചേർന്ന് നിന്നു. വെള്ളരിക്കണ്ടത്തിലെ കോലം പോലെ കാലം ഇത്രയും ആർക്കും മനസ്സിലാക്കാവുന്ന വിധം അവരവിടെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധത്തിന്റെ ആവേശം മൂത്തപ്പോൾ മാത്രമേ ചിലർക്ക് തിരിച്ചറിവ് വന്നുള്ളൂ. ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് സാത്വികമായ മനുഷ്യാവകാശ സംരക്ഷണമായിരുന്നില്ലേ? ഇതേ ലോബിയുടെ വിജയം ലോകത്തെ കീഴടക്കാൻ ലക്ഷ്യമിട്ട തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള രഹസ്യ വിടുപണി. അതോടെ UN എന്ന വേദിക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമായതാണ്. എന്നിട്ടും രാജ്യങ്ങൾ അത് ഗൗനിച്ചില്ല. കുടിയേറിയ രാജ്യങ്ങളിലും അഭയം നൽകിയ നാടുകളിലും പ്രശ്നമുണ്ടാക്കിയ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ആസൂത്രിതമായ ആഗോള മാധ്യമ പ്രചാരണം. നിരവധി രാജ്യങ്ങളിലെ പള്ളികളിൽ ദിവ്യബലി മധ്യേ പോലും ആക്രമണം നടത്തി ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന മതഭീകരർക്കും അമേരിക്കയിൽ അതിഭീകര പ്രവർത്തനം നടത്തിയവർക്കും വേണ്ടി കപട മനുഷ്യാവകാശ പത്രികകൾ ഇറങ്ങുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ സർവകലാശാലകളിലെ കപട പുരോഗമനവാദികളായ ചില പ്രൊഫസർമാർ ഇസ്ലാമിക പക്ഷ പാശ്ചാത്യ വിരുദ്ധ വ്യാജ തത്വങ്ങൾ പരത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ഭ്രമിച്ച് കുറെ ചെറുപ്പക്കാർ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന പഞ്ചപാവങ്ങൾക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടി. അതേ വേല ചെയ്തു കൊടുക്കാൻ ഇന്നാട്ടിലുമുണ്ട് മാധ്യമങ്ങൾ, തീവ്രവാദികളെ പ്രതിരോധിക്കാൻ നേതാക്കളും. അത്തരക്കാരുടെ സന്തോഷമാണ് UN തലവൻ ഗുട്രസ്. ഇസ്രായേലിനെ കടന്നാക്രമിച്ച ഭീകര സംഘത്തിന് വേണ്ടി പലവട്ടം വാ തുറന്ന ഗുട്രസിനും കൂട്ടർക്കും ഒരു കാര്യം കണ്ടമട്ടില്ല. ഇറാൻ ഒഴിച്ച് ഒരു മുസ്ലിം രാജ്യവും ഗാസയിലെ ഭീകര സംഘത്തെ താങ്ങാനില്ലെന്ന സത്യം. അഭയം നൽകിയ ഇസ്ലാമിക രാജ്യങ്ങളെയും വെള്ളം കുടിപ്പിച്ച ഭീകര ദ്രോഹികളാണ് ഹമാസും അവരുടെ സ്വാധീനത്തിലുള്ള പാലസ്തീനുകളുമെന്ന് ഇസ്രയേലോ അമേരിക്കയോ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്ക് ഓർമ്മിക്കാൻ. ഗാസയിലെ ഇസ്രയേൽ അതിക്രമം എന്ന കള്ള പ്രചരണവുമായി ഹമാസും ഇവിടുത്തേതടക്കം മാധ്യമ ചങ്ങായികളും ഇപ്പോഴുമുണ്ട്. ഗാസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ എന്ന കള്ളം അവരിപ്പോഴും ആവർത്തിക്കുന്നു. യമനിലും സിറിയയിലുമായി കൊല്ലപ്പെട്ട 7 ലക്ഷത്തോളം പേരുടെ മരണം അവർക്ക് വംശഹത്യയല്ല. തിരിച്ചറിഞ്ഞ പകുതിയോളം ഭീകരരടക്കം 28,000 പേർ ഗാസയിൽ മരിച്ചത് വംശഹത്യ. ഈ സഖ്യം തന്നെ പ്രചാരണത്തിന്റെ ഭാഗം. യുദ്ധവേഷമില്ലാതെ സാധാരണക്കാരെ പോലെ നിന്ന് ആക്രമണം നടത്തിയ ഭീകരർ കൊല്ലപ്പെട്ടാൽ ആയുധങ്ങൾ നീക്കം ചെയ്ത് ഗാസ നിവാസികളെ കൊന്നു എന്ന പ്രചാരണം. അവർ ആക്രമണം നടത്തുന്നത് പോലും സൈനിക സ്ഥാനത്ത് നിന്നല്ല, ജനവാസ സ്ഥാനങ്ങളിൽ നിന്ന്. കയ്യിൽ റോക്കറ്റുകളും തോക്കുകളുമേന്തി ആക്രമണം നടത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണ് പ്രചാരകരുടെ കണക്കിൽ നിഷ്കളങ്കരായ ഗാസ നിവാസികൾ. മരിച്ചു വീണവരിൽ നിന്ന് ആയുധം നീക്കം ചെയ്യുന്നതോടെ അവരും സാധുക്കളായ പൗരർ. ഗാസയിലെ ആശുപത്രിയിൽ തമ്പടിച്ച ഭീകരരെ ഇസ്രായേൽ സേന പ്രച്ഛന്ന വേഷത്തിലെത്തി വധിച്ചപ്പോൾ ഇവിടുത്തെ പ്രചരണ മാധ്യമത്തിന് പറയാൻ ഒറ്റ ന്യായം മാത്രം: ഇസ്രായേലി സേന യുവാക്കളെ വധിച്ചു പോലും. യുവാക്കൾ എന്ന ന്യായമല്ലാതെ ആ ഭീകര സംഘത്തെ പൂശാൻ പറ്റിയ വെള്ളയൊന്നുമില്ലല്ലോ. സങ്കടപ്പെടുകയല്ലാതെ എന്തു ചെയ്യാൻ? കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.